ഹായ് മക്കളെ, നീറ്റ് എക്സാമിന് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയുള്ള 2 ദിവസം നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് പാനിക്കായി സമയം തീർത്ത് കളയാം, അല്ല എങ്കിൽ മാക്സിമം പൊട്ടൻഷ്യലോട് കൂടി നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് നമ്മുടെ റാങ്ക് മാക്സിമം ബൂസ്റ്റ് ചെയ്യാം. നമ്മൾ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കാത്ത ചില ഭാഗങ്ങൾ, നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, ഇതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇനിയുള്ള 2 ദിവസങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെ ആയിരിക്കും. സോ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റിവൈസ് ലൈക്ക് എ പ്രോ. ഒരു പ്രോയെ പോലെ ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം നന്നായിട്ട് പഠിച്ചു തീർക്കാമെന്നതാണ്. മൈസെൽഫ് ഡോക്ടർ ബിലാൽ മുഹസിൻ, വെൽക്കം ടു ഡിബോർഡ്. എടാ, നമുക്ക് ഓരോ സബ്ജക്റ്റ് ആയിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ബയോളജി. നോക്കൂ, എങ്ങനെയാണ് നിങ്ങൾ ബയോളജി ഇനിയുള്ള 2 ദിവസം നോക്കേണ്ടത്, എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, ആദ്യത്തെ എൻ്റെ പോയിന്റ്, നിങ്ങൾ ബയോളജി മുഴുവൻ പഠിക്കുക എന്നതല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, 2 തരം ഇമ്മ്യൂണിറ്റി ഏതാണ്? നിങ്ങൾക്കറിയാം, ഇന്നേറ്റ് അക്വയർഡ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ബാരിയേഴ്സ് ഏതാണ്? അത് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ഇനി സെല്ലുലാർ ബാരിയേഴ്സ് ഏതാണ്? അത് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. അതായത് ഇങ്ങനത്തെ സോളിഡ് ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ ബയോളജിയിൽ ശരിക്കും ഇനി തെറ്റിക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണെന്നറിയോ? നോക്കൂ, മുൻ വർഷങ്ങളിലൊക്കെ എക്സാം എഴുതിയ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവർക്ക് തെറ്റിയിട്ടുണ്ടാവുക. അത് തന്നെ അവർ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവല് എവിടെ നിന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണെന്നറിയോ? നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളിൽ നിന്ന്. ഓരോ നോക്കൂ, നിങ്ങൾ എത്ര പേര് ചാപ്റ്ററുകളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് മുഴുവനായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തീർത്തിട്ടുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന്, മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ഹാബിറ്ററ്റ് ആൻഡ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ ലോക്കോമോഷൻ, മെത്തേഡ് ഓഫ് ലോക്കോമോഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് NCERT-യിൽ. അപ്പോൾ അത്തരത്തിലുള്ള പലതും NCERT-യുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണുള്ളത് ഓരോ ചാപ്റ്ററിൻ്റെയും. അപ്പോൾ ഇനിയുള്ള ഈ 2 ദിവസങ്ങളിൽ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. നന്നായിട്ട് 2-3 തവണ വായിച്ചു വെച്ചേക്ക്, എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ് അവിടുന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ടോപ്പിക്കുകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതായത് ഇപ്പോൾ NCERT-യിൽ ഇപ്പോൾ ഒരു ഹെഡിങ്, നിങ്ങളൊരു ചാപ്റ്ററിൻ്റെ ഒരു ഹെഡിങ് എടുക്കുന്നു, ആ ഹെഡിങ് കഴിഞ്ഞിട്ട് ആ പാരഗ്രാഫുകളുടെ തുടക്ക ഭാഗം ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന, ഇപ്പോൾ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നു, ഇമ്മ്യൂണിറ്റി തുടങ്ങുന്ന ആദ്യത്തെ 2-3 വരി ഒന്ന് വായിക്കുക. അത് മസ്റ്റായിട്ട് വായിക്കണം. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ ക്രൂക്ക്നെസ് അവർ വെച്ചിട്ടുണ്ടാവും. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ എടുത്തു നോക്ക്, സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ തെറ്റിക്കൽ ദോസ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് എല്ലാ ഹെഡിങ്സിൻ്റെയും ആദ്യത്തെ 2-3 ലൈന് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ ഒന്ന് വായിക്കുക, ഒന്ന് നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ എല്ലാ സയൻറ്റിസ്റ്റുകളുടെയും പേര്, ആ സയൻറ്റിസ്റ്റുകളുടെ മേജർ കോൺട്രിബ്യൂഷൻ. സയൻറ്റിസ്റ്റ് ഇപ്പോൾ NCERT-യുടെ തുടക്കത്തിൽ പല യൂണിറ്റുകളുടെയും തുടക്കത്തിൽ സയൻറ്റിസ്റ്റുകളുടെ പേരും അവരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അവർ ജനിച്ചയും മരിച്ചയും വർഷവും നിങ്ങൾ നോക്കി അടങ്ങാറാവണമെന്നില്ല, പക്ഷേ അവരുടെ മേജർ കോൺട്രിബ്യൂഷൻസ് മസ്റ്റായിട്ട് റിമെമ്പർ ചെയ്യാം. ആൻഡ് ദെൻ ജസ്റ്റ് ഗോ ത്രൂ സമ്മറി. NCERT സമ്മറിയിലൂടെ മസ്റ്റായിട്ട് കടന്നു പോകണം. ആൻഡ് ദെൻ ഇതുവരെ NCERT എക്സസൈസ് നോക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ബയോളജി, NCERT എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഒന്ന് ക്യുക്കായിട്ട് നോക്കി പോകണം. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓൾറെഡി ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിപ്പിച്ചാണെങ്കിൽ ആ എക്സസൈസിൽ എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നത് നമ്മൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേണ്ട, അങ്ങനെ അല്ലാത്ത കുട്ടികളാണെങ്കിൽ എക്സസൈസ് നോക്കണം. ഓക്കെ, സോ ഇതാണ് ബയോളജി നോക്കുമ്പോൾ ആദ്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഈ പാരഗ്രാഫുകളുടെ തുടക്ക ഭാഗം ആൻഡ് ഓൾസോ ഇൻട്രൊഡക്ഷൻ പാർട്ട് is so important. Okay, and also summary. There are many points. Now അടുത്തത്, ഇനി ഇങ്ങനെയൊക്കെ ഇതാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടതെങ്കിലും NCERT എങ്ങനെ വായിച്ച് തീർക്കാം അല്ലേ? ഒരു ഹാഫ് ഡേ കൊണ്ട് +1-ഉം ഹാഫ് ഡേ കൊണ്ട് നിങ്ങൾക്ക് +2-ഉം തീർക്കാൻ പറ്റും. ബിലീവ് മീ. ഓക്കെ, ഹൗ ടു ഡു ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ. നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം സ്ട്രെസ് കൊടുത്ത് വായിക്കുക, ഒന്ന് നന്നായിട്ട് തന്നെ വായിക്കുക. അത് കഴിഞ്ഞാൽ നോക്കൂ, ബാക്കി നിങ്ങളിതാ ഒരു പേജ് എടുക്കുക, ആ പേജിൽ ജസ്റ്റ് ഇങ്ങനെ വായിക്കുക പോലും വേണ്ട, വായ കൊണ്ട് വായിക്കുന്ന പരിപാടി പോലും വേണ്ട. ബിക്കോസ് ഇറ്റ് ടേക്ക് ടൈം, റൈറ്റ്? ഓക്കെ, നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. നിങ്ങൾ NCERT ഇങ്ങനെ എടുക്കുക. ഓക്കെ, ലെറ്റ് ഡു ലൈക്ക് ദിസ്. ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ മനസ്സിൽ വായിച്ചാൽ മതി, മനസ്സിലേക്ക് അത് ഇങ്ങനെ കിട്ടിയാൽ മതി. ലുക്ക്, മനസ്സിൽ വായിക്കുക പോലും ചെയ്യേണ്ട, യു ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, കൈ ഇങ്ങനെ വെച്ച് ലുക്ക് ചെയ്യുക. എന്നിട്ട് ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ ഓക്കെ 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 റൈറ്റ്. ഓക്കെ, ദെൻ അടുത്ത പാരഗ്രാഫ്. ലുക്ക്, ഇതാ നോക്ക്. ഓക്കെ, ഐ ഗോട്ട്.
ഈ ഒരു മോഡിൽ നിങ്ങൾ NCERT കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു ഹാഫ് ഡേ കൊണ്ട് ഈ ഒരു ബുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒരു ഹാഫ് ഡേ കൊണ്ട് +2 വായിക്കാൻ പറ്റും. ഓക്കെ, +2 ഐ തിങ്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവാണ് കണ്ടന്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ബയോളജി റിവൈസ് ചെയ്ത് തീർക്കാൻ. നൗ വാട്ട് കംസ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഇക്വേഷൻസ് മസ്റ്റ് ആണ്. ഇനി ഉറപ്പായിട്ടും നിങ്ങൾ ഇക്വേഷൻസ് മുഴുവൻ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലേ? അത് ഓക്കെയാണ്, അടിപൊളിയാണ്, നിങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഒരു പരിധി വരെ അറിയുന്നുണ്ടാവും. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിവൈസ് ചെയ്തത് മോസ്റ്റ്ലി ഇക്വേഷൻസ് ആണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒന്ന് സ്ട്രെസ് കൊടുത്ത് റിവൈസ് ചെയ്തു പോകേണ്ട ഭാഗം തന്നെയാണ് നിങ്ങളുടെ NCERTയിലെ പോയിൻറ്റ്സ് ടു പോണ്ടറുകൾ, സമ്മറി, ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം അതിനകത്ത് കുറേ പോയിൻറ്റ്സ് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമായിട്ട് സ്ട്രെസ് ചെയ്തിട്ടില്ല ഇത്രയും ദിവസമെങ്കിൽ ഇപ്പോഴെങ്കിലും അതൊന്ന് വായിക്കുക. അതിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, കുറേ കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകൾ വായിക്കുക. അതുപോലെ സാറുമാരുടെ നോട്ട്സിനകത്ത് ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, ചില കോൺസെപ്റ്റുകൾ ഉണ്ടാവും, അതുകൂടെ വായിക്കാതെ. ബിക്കോസ് ലുക്ക്, എല്ലാ കുട്ടികളും ഈ ഇക്വേഷൻസ് വീണ്ടും റിവൈസ് ചെയ്യും. പക്ഷേ അവർ ഈ ഒരു തിയറി പാർട്ട് എന്ന് പറയുമ്പോൾ യു ഡോണ്ട് നീഡ് ടു റീഡ് NCERT. ഓക്കെ, NCERT ഫുള്ളി ഒന്നും വേണ്ട. നമ്മുടെ സമ്മറി, പോയിൻറ്റ്സ് ടു പോണ്ടർ ആൻഡ് ഓൾസോ സാർമാരുടെ നോട്ടിൽ തന്നിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് പോയിന്റ്സ് അത് നോക്കാൻ വിട്ടുപോകരുത്. ഇക്വേഷൻസ് മാത്രം നോക്കുന്നതിൻ്റെ ഇടയിൽ ഇക്വേഷൻസ് ഒബ്വിയസ് ആയിട്ട് നിങ്ങൾ നോക്കും. അതിൻ്റെ കൂടെ ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് ലാസ്റ്റ് എക്സാമിൻ്റെ ഒക്കെ പാറ്റേൺ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും ദീസ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ സാറുമാരുടെ നോട്ട്സ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വായിക്കാനും ഇക്വേഷൻസിലൂടെ കടന്നു പോകാനും അതിൻ്റെ കൂടെ സമ്മറി ആൻഡ് പോയിന്റ്സ് ടു പോണ്ടറോട് തീർക്കാൻ നിങ്ങൾക്കൊരു ഹാഫ് ഡേ മതി. ആ ഒരു ഹാഫ് ഡേ സമയം കൊണ്ട് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. And the same thing comes in chemistry. കെമിസ്ട്രി ഇതേപോലെയാണ്. നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുന്നത്. ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വന്നാൽ നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാറുമാരുടെ നോട്ടിൽ തന്നിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോയിന്റ്സ് കൂടെ നോക്കുക. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നെയിംഡ് റിയാക്ഷൻസ് എന്തായാലും നിങ്ങളൊരു 2 വട്ടം ഒന്ന് നോക്കി വെച്ചേക്ക്. ആൻഡ് ഓൾസോ റിയാക്ഷൻ മെക്കാനിസം ഒക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അത് ബിക്കോസ് ലുക്ക് ഓർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി എവറിത്തിങ് എന്നുള്ളത് തന്നെയാണ് എല്ലാം. അത് എനിക്കൊന്നും അത്ര വലിയൊരു പോർഷൻ ഒന്നുമല്ല ഓർഗാനിക് കെമിസ്ട്രി. സോ ജസ്റ്റ് ടേക്ക് യുവർ നോട്ട്. ഓക്കെ, മോർ ദാൻ NCERT യു ജസ്റ്റ് ഫോക്കസ് ഓൺ നോട്ട്. ഈ കുറച്ച് സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ ബെറ്റർ നോട്ട് തന്നെയാണ്. സോ സാറുമാരുടെ നോട്ടിലുള്ള ഈ റിയാക്ഷൻ മെക്കാനിസം ഒക്കെ ഒന്ന് നോക്കി വെക്കുക. പ്ലസ് ആ റിയാക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തീർക്കുക. ആൻഡ് ദെൻ വെൻ ഇറ്റ് കം ടു ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഞാൻ ബയോളജിയിൽ എന്താണോ പറഞ്ഞത് ഡു ദ സെയിം, ഡിറ്റോ സെയിം. നിങ്ങൾ NCERT വായിക്കുക സാറുമാരുടെ. പക്ഷേ അതിൻ്റെ കൂടെ നോട്ട്സിനകത്ത് തന്നിട്ടുള്ള ചില കാര്യങ്ങളല്ലോ അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മനസ്സിലൊന്ന് വായിച്ച് മനസ്സിരുത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, യു ക്യാൻ കംപ്ലീറ്റ് വിത്തിൻ എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് ഒരു ഡേയിൽ ഒരു 40% ടൈം കൊണ്ട് യു ക്യാൻ കംപ്ലീറ്റ് യുവർ ഫിസിക്സ് ആൻഡ് ഒരു 60% സമയം കൊണ്ട് യു ക്യാൻ കംപ്ലീറ്റ് കെമിസ്ട്രി. ഓക്കെ, നിങ്ങളുടെ ഒരു 2 ദിവസം ഇനി കിട്ടുന്നുണ്ടല്ലോ, അതിലെ ഒരു ദിവസത്തിൽ യു ക്യാൻ കംപ്ലീറ്റ് ബയോളജി. ഓക്കെ, സോ ഈ രീതിയിൽ മാക്സിമം തീർക്കുക. നമ്മളിപ്പോൾ പറയാറുണ്ട് എക്സാമിന് മുന്നത്തെ ദിവസം കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. ഓക്കെ, സോ റിലാക്സ്ഡ് ആയിട്ട് തന്നെ നിങ്ങളിത് തീർത്താൽ മതി. റിലാക്സ്ഡ് ആയിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ, റിലാക്സ്ഡ് ആയിട്ട് നമുക്കിത് തീർക്കാൻ പറ്റും. കാരണം എന്താ അറിയോ, നമ്മൾ റിലാക്സ് ആവണമെന്ന് കരുതി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര എക്സാം എഴുതാനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഉള്ളൊരു തോട്ട് വരും. അയ്യോ, ആ സമയം കൂടി പഠിച്ചാൽ മതിയായിരുന്നു, ആ സമയം കൂടി അങ്ങനെ ആക്കിയാൽ മതിയായിരുന്നു, ഇങ്ങനെ ആക്കിയാൽ മതിയായിരുന്നു. ഓക്കെ, സോ ആ എക്സാമിന് ഇരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കും. ഈ എക്സാമിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ. ഓക്കെ, സോ നെവർ ഡു ദാറ്റ്. നമുക്ക് മാക്സിമം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലുക്ക്, ഓൾവേസ് ബി പോസിറ്റീവ് വിത്തിൻ. ഓക്കെ, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു വീഡിയോയിൽ എക്സ്ട്രാ ആയിട്ട് പറയേണ്ട കാര്യമില്ല. സോ നമ്മൾ പോസിറ്റീവായിട്ടിരുന്ന് നമ്മൾ മാക്സിമം നമുക്ക് എന്തൊക്കെ തീർക്കാൻ പറ്റും അതെല്ലാം നമ്മൾ തീർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുള്ളത്, എസ്പെഷ്യലി ബയോളജി ഒരുപാട് മിസ്റ്റേക്ക്. ഇപ്പോൾ കഴിഞ്ഞ എക്സാം വാസ് സോ ഈസി, ബട്ട് സ്റ്റിൽ കുട്ടികൾ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തിയിരുന്നു. വൈ? ബിക്കോസ് ദ ഫെയിൽ ഹിയർ. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ, പാരഗ്രാഫ്സിൻ്റെ തുടക്ക ഭാഗങ്ങൾ, അത് നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് they get trapped. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ കുട്ടികൾക്ക് ആർക്കും ഉണ്ടാവരുത്. ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഈ 2 ദിവസം അടിപൊളിയായി പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിപ്പെടട്ടെ. ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ.